ഈ ഒരു നോലുമ്പൊങ്കാലായാൽ പിന്നെ ഇതാക്കണ യൂട്യൂബ് അങ്ങോട്ട് തുറന്ന് ആകെപ്പാട് ഒരു ഇഫ്താർ വിഭാഗം തന്നെ ഇക്കാരല്ലേ കുറേ അങ്ങോട്ട് കാണാൻ പറ്റുക. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇതാക്കണ ചെറിയൊരു വീഡിയോ ആണ്. ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലേന്നൊന്നും അറിയില്ല. ഏതായാലും ഇതാക്കണം ഒന്ന് കണ്ടു നോക്കിക്കോളി കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഇതാക്കണം, ഇന്നലെ ഞാൻ ഏതായാലും ഇന്ന് ഇടവേള എടുത്താണ്. എപ്പോഴും നിങ്ങളെ വന്നിട്ട് ബോറടിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്നും ഇടവേള എടുത്താണ് കേട്ടോ. അപ്പം നമുക്ക് അതാക്കണ സ്ഥിരം ഇങ്ങനെ ഇടവേള എടുത്തേക്കാനും പറ്റൂല. അപ്പം നമ്മളെ തൊഴിലങ്ങനെ ആയിപ്പോയില്ലേ. അപ്പം ഇന്നലത്തെ കുറച്ച് ചൂടപ്പം പോലത്തെ വീഡിയോ ആണ്. ഇന്നലത്തെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് കുഴപ്പമൊന്നുമില്ല. അതാ തട്ടിമുട്ടിയൊക്കെ തന്നെ അങ്ങനത്തെ ഓരോ ദിവസം നീങ്ങി പോകണം കേട്ടോ. അങ്ങനെ ഇതാക്കണ് വേഗം മുഖമൊക്കെ കഴുകി കുറച്ച് നേരമൊക്കെ ഒന്ന് കടന്ന് ഒന്ന് മയങ്ങി കഴിഞ്ഞ് തരട്ടെ. വേഗം വന്ന് ഇതാക്കണ് മുഖമൊക്കെ കഴുകി. ഇനിയിപ്പോൾ ഇങ്ങനെ കടന്നിട്ട് കാര്യമില്ലല്ലോ, വീഡിയോ ഒക്കെ ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നീച്ച് പോന്നാ കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വിഭവങ്ങളില്ലാതെ നമ്മളെ വീഡിയോ പൂർത്തിയാകൂല. അപ്പം അങ്ങനെ ഫോണിൽ ഇങ്ങനെ തോണ്ടിയപ്പോഴാണ് ഒരു വിഭവം കണ്ടത് കേട്ടോ. അപ്പോൾ അതിനെതൊക്കെയാണ് നല്ല പറ്റി കുറേ മുന്നുണ്ട് മനസ്സിലിങ്ങനെ കിടക്കണ്. അതിപ്പോൾ എന്തേക്കാരെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മക്കൾക്കൊക്കെ പറ്റുമോ, അവൽക്കൊക്കെ തിന്നുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ വെച്ചതാണ് കേട്ടോ. ഇന്ന് ഏതായാലും അതന്നെ അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്ട് ഇറങ്ങിയതാണ്. അതിനിപ്പോൾ ഏതായാലും ഒരു തേങ്ങ വേണം കേട്ടോ. തേങ്ങ ഇതാ എല്ലാവരോടും പൊളിച്ചുതരാൻ പറഞ്ഞപ്പോൾ ആർക്കും പൊളിക്കാനാകണില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെയാണ് പൊളിച്ചെടുക്കട്ടെ എന്ന്. അങ്ങനെ മല്ലി കെട്ടി ഞാൻ ആ ഒരു തേങ്ങ പൊളിച്ചെടുത്തേക്കണ്. അപ്പം ഇനി ബാക്കി പരിപാടികൾ വേഗം അങ്ങോട്ട് നോക്കാം കേട്ടോ. ഇപ്പം ഈ ഒരു നോൽമ്പും കാലത്ത് ഇജാതി പരിപാടികളൊക്കെ നോക്കാതെ ഇജാതി സാധനങ്ങളൊക്കെ ഒന്നും ഉണ്ടാക്കാത്ത ഒരു കുറവേക്കാരല്ലേ. അപ്പോൾ ഞാൻ ഇതാക്കണ ഈ ഒരു ആദ്യമായിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ജ്യൂസ് കാര്യങ്ങൾ അങ്ങനെ ചെറുവക എന്തെങ്കിലും ഉണ്ടാക്കുക. ഇന്ന് ഏതായാലും കുറച്ചുകൂടി വലിയ മുന്തി അനം തന്നെ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടേന്ന്. അങ്ങനെ എല്ലാ സാധനങ്ങളും ഞാൻ ഇതാക്കണം ഇവിടെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങയൊക്കെ പൊളിച്ച് മുട്ടയൊക്കെ ഉണ്ട്, സേമിയുണ്ട്, പാലുണ്ട്, അങ്ങനെ ഒരുവിധ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ചുകൂടി വലിയ സാധനങ്ങൾ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതാ ഇല്ലത് കൊണ്ട് ഓണം പോലെ എന്നും പറയുന്നതായിരിക്കും കയ്യിൽ കിട്ടുന്നത് എന്താ അതിനോണ്ട് എന്തെങ്കിലും ഒന്ന് കുത്തി ഉണ്ടാക്കുന്ന പണിയാണ് ഞമ്മക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഇന്ന് ഏതായാലും എല്ലാം കൂടി സെറ്റപ്പായി വന്നപ്പോൾ ഇതാക്കണം കുറച്ചുകൂടി വലിയൊരു സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അത് വീഡിയോ എടുക്കണേൻ്റെ ഇടയിൽ കറണ്ട് അങ്ങോട്ട് പോയി. കറണ്ട് ഇല്ലാതെ നമുക്ക് ഈ ഒരു സാധനം ഉണ്ടാക്കാനാവൂല കേട്ടോ. അപ്പോൾ കറണ്ട് വരട്ടെ വിചാരിച്ച് ഇതാക്കണം മാനം നോക്കി നിൽക്കുകയാണ്. അതിലാണ് പിന്നെ മൂപ്പരൊക്കെ നീച്ച് വന്നിട്ട് ഇതാക്കണം കോഴിക്കോടിന് വാതിലുണ്ടാക്കണ പണിയാണ് കേട്ടോ. അപ്പോൾ 2 വാതിലില്ലേന്ന് അതൊക്കെ പൊളിച്ചിട്ട് പോയതാണ്. ആദ്യം ആ ഒരു പന്നി നമ്മളെ കോഴിക്കുട്ടിനെ എടുത്ത് കൊണ്ടുപോയതായിരുന്നു കേട്ടോ. ഒരു തള്ളക്കോയിനെ എടുത്ത് കൊണ്ടുപോയതായിരുന്നു 2 കുട്ടികളൊക്കെ ഉള്ളത്. അപ്പോൾ കുട്ടികളെ ഏതായാലും ജീവൻ നമുക്ക് കിട്ടിയിരുന്നു കേട്ടോ. ചിറകൊക്കെ ഒടിഞ്ഞ ആകപ്പാടൊന്നും ഇതായിരുന്നു. പന്നി കടിച്ച് കൊണ്ടുപോയതേന്ന്. അപ്പോൾ നല്ലൊരു കോഴിയായിരുന്നു കേട്ടോ. അതിനെ കൊണ്ടുപോയിരുന്നു പാവുണ്ട്. അതിൽ പിന്നെ ഇതാക്കണ് പിന്നെ ജനാലും അതിലൊന്നും വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ അവിടെ ഗ്രില്ലായിരുന്നു കേട്ടോ. ഗ്രില്ലൊക്കെ തുളച്ചിട്ട് അതിൻ്റെ ആ പന്നീൻ്റെ തലയിട്ട് തുളച്ച് ഗ്രില്ലൊക്കെ ആകപ്പാട് അങ്ങോട്ട് പൊളിച്ചിട്ടുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ പട്ടിക വെച്ച് അടക്കുകയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം എൻ്റെ വിചാരം ഇതാക്കണ് പന്നി നല്ല സസ്യബുക്കാണെന്ന് എൻ്റെ വിചാരം കേട്ടോ. പുല്ലും കിഴങ്ങും കാര്യങ്ങളൊക്കെ തിന്നിട്ട് അങ്ങനെ പോണ ആൾക്കാരാണെന്ന് വിചാരിച്ചെന്ന് കേട്ടോ. പക്ഷെ അങ്ങനെയല്ല, ഇവർക്ക് ഇതാ തിന്നാൻ കിട്ടായിട്ട് ഇക്കാരം ഓല് ഇതാക്കണം നല്ല ഉസാറായിട്ട് നാട്ടിൽ കൂടെ കറങ്ങി കണ്ണ് കണ്ട ഇപ്പോൾ ഇതാക്കണം എല്ലാം അതിനെ എടുത്ത് തിന്നിട്ടോ. അപ്പോൾ കോഴിക്കളാണ് ഇപ്പോൾ നമ്മളെ സ്ഥിരം പോണത്. ഇപ്പോൾ കോഴിക്കളാണ് കേട്ടോ. അപ്പോൾ ഈ പട്ടിയാളൊക്കെ കൊണ്ടുപോകണം, അവർക്ക് കുറുക്കന്മാരൊക്കെ കൊണ്ടുപോകണം, അവർക്ക് കോഴിക്കളെ നമ്മളെ പന്നിയാളും കൊണ്ടുപോകലുണ്ട്. വല്ലാത്തൊരു ശല്യമായിക്കുന്നുണ്ട് ഇപ്പോൾ പന്നിയാൾ കൊണ്ടുപോയിട്ട്. അങ്ങനെ ഇതാക്കണം ഞാൻ കുറേ നേരം അതൊക്കെ നോക്കി നിന്ന് അതിൻ്റെ വളവും കാര്യങ്ങളൊക്കെ നോക്കി വെച്ച് കൊടുത്ത് ഇപ്പം അങ്ങനെ കുറേ നേരം നിന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ കറണ്ട് വന്നപ്പോൾ ഏതാണ്ട് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് ഇതിപ്പോൾ 1 മണിക്കൂറോളം ഉണ്ടാക്കണമല്ലോ ഒരു നേരം ഉണ്ട്. അപ്പോൾ വേഗം ഒന്ന് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടേന്ന് കേട്ടോ. അപ്പോൾ നമുക്കിത് വേണ്ടത് ഇതാക്കണം ഒരു മുട്ടയും വേണം, പിന്നെ ഒരു 1.5 ഗ്ലാസ് മൈദയും കൂടി വേണം കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും വേണം, പിന്നെ ഇത്തിരി പാലും വേണം കേട്ടോ. അപ്പോൾ എന്താ ഇതുവരെ നമ്മൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ലല്ലേ. നമ്മൾ ഇതാക്കുന്നത് പാൽപ്പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുറേ വീഡിയോയിൽ ഞാൻ കുറേ മുന്നേ കണ്ടു തുടങ്ങിയതാണ് ഈ പാൽപ്പത്തിരി എന്നുള്ളത്. നമുക്ക് അത് അങ്ങനെ ആരായിട്ട് ഉണ്ടാക്കി തരുന്നില്ല. എന്നിപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കി അങ്ങോട്ട് തിന്നാന്ന് വിചാരിച്ചിട്ടേന്ന്. പിന്നെ ബാക്കിക്ക് ഞാൻ ഇത് ഉണ്ടാക്കാനായിട്ട് മടിച്ച് നിന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മുട്ടയിട്ട് ഇങ്ങനെ ഉണ്ടാക്കണമല്ലോ. മുട്ടയിട്ട് ദോശ ഉണ്ടാക്കണം, പിന്നെ പത്തിരിയാക്കി അങ്ങനെ വെക്കണം, ലെയറാക്കി വെക്കണം. അപ്പോൾ മുട്ടൻ്റെ പരിപാടി ആയതുകൊണ്ട് തന്നെ എനിക്ക് വലിയ തീർപ്പതി ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ ഏതായാലും ഇന്നത്തെ വിഭവം ഇതന്നെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് 2 കൽപ്പിച്ചുകൊണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അതൊക്കെ പാടെ ഞാൻ മിക്സിയിൽ അടിച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ഒരു മുട്ടയും 1.5 കപ്പ് മൈദയും പിന്നെ ഇത്തിരി ഉപ്പും ഇത്തിരി പാലും കൂടി ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നമ്മളാ ദോശമാവിൻ്റെ ഇത്തിരി ആ ഒരു ഇതുണ്ടല്ലോ ടൈറ്റിലൊക്കെ ആക്കിയിട്ട് ഇതാക്കണം. ഒന്ന്
ദോശയൊക്കെ ചുട്ടെടുക്കണമായിരിക്കും ഒന്ന് ചുട്ടെടുക്കട്ടോ. എത്രണ്ണം നിങ്ങൾക്ക് ലെയർ വേണ്ടി വെച്ചാൽ അത്രണ്ണം എടുത്തോളൂ. ഞാൻ ഇതാക്കണ ഒരു 5-6 ഉണ്ടാക്കിയിട്ടുണ്ട്. 5-6 എന്നല്ല, 5-6-7-8 ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണ് ഞാനിവിടെ. അപ്പോൾ ഉണ്ടാക്കി വന്നപ്പോൾ കുറച്ച് കൂടുതലായി പോയതാണ്. അപ്പോൾ ഇതാക്കണ മുട്ടയും മൈദയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല കരിയാതെയൊക്കെ വണ്ടിട്ടെടുക്കുക. നല്ല കുക്കാകൊന്നും വേണ്ട, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താലും മതിയിട്ട് നമ്മൾ ഈ ഒരു ദോശ. അപ്പോൾ ഇങ്ങനെ തിന്നാനും വെറുതെ തിന്നാനും രസമാണ് കേട്ടോ. കുഞ്ഞാറ്റ കുറേ എടുത്തിട്ട് വാരി തിന്നിട്ടത് 1-2 ആ ദോശ ഓളന്നെയാണ് എടുത്ത് തിന്ന്. അങ്ങനെ ഇതാക്കണം. ഈ ഒരു ദോശ ഒന്ന് മറിച്ചിടണം. അത്രയും തിന്നായതുകൊണ്ട് തന്നെ മറിച്ചിടാൻ ഭയങ്കര ഗതികേടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാക്കണം ഓരോന്നും ഇതാക്കണം ചുട്ടെടുക്കട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഒരു 7-8 9 ഒക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിക്കണ്. അപ്പോൾ നല്ല തിന്നിൽ തന്നെ ഉണ്ടാക്കിയാണ്ട് ഒന്ന് ചുട്ടെടുക്കണം കേട്ടോ. എന്നാലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി തിന്നപ്പോൾ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല ചൂടോടുകൊണ്ട് തിന്നാൽ നല്ല ടേസ്റ്റ് കേട്ടോ. ചൂടാറിയാൽ ചിലപ്പോൾ അതിൻ്റെ മുട്ടേൻ്റെ ചോയയും മണയും ഒക്കെ പാടെ വന്നിട്ട് നമുക്ക് തിന്നാൻ വയ്ക്കൂല. അപ്പോൾ ചൂടോട് കൂടി അങ്ങോട്ട് തിന്നണ്ട, നല്ല തൊള്ള പൊള്ളുന്ന ആ ഒരു ചൂടോട് കൂടി തന്നെ അങ്ങനെ കടിച്ച് തിന്നാൽ നല്ല ടേസ്റ്റ് കേട്ടോ. ഒരു കേക്ക് തിന്നണമായിരിക്കും തന്നെ അത് തിന്നാൻ നല്ല ടേസ്റ്റ് ആയി കാരണം. അപ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയുണ്ട്. നമ്മൾ ഈ ഒരു നോൽമ്പും കാര്യങ്ങളൊക്കെ കഴിയാനായില്ലേ, 1-2-3 ഒക്കെ നോൽമ്പ് തന്നെ ഉള്ളൂ ഇനി. അപ്പോൾ ഇതാക്കണ് വേഗം ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. നോൽമ്പൊക്കെ കഴിഞ്ഞാലും നമുക്ക് ഉണ്ടാക്കാമല്ലോ, നമുക്ക് കുട്ടികൾക്കും കാര്യങ്ങൾക്കും ഉണ്ടാക്കി കൊടുക്കാമല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെ പാടെ ഞാൻ ചുട്ടെടുത്ത് കഴിഞ്ഞേരം ഒന്ന് തണുക്കാനായിട്ട് വെക്കണ്ട. ആ ഒരു ദോശയൊക്കെ പാടെ തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ അത് തണുത്ത് വരുമ്പോൾ വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടല്ലോ. നമുക്ക് കുറച്ച് സാധനങ്ങളിൽ കരിച്ചും പൊരിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എല്ലാ സാധനങ്ങളും കുറച്ചും കൂടി ഒരു എക്സ്പെൻസീവാണ്. നമ്മളെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി വില കൂടിയ സാധനങ്ങളാണ് ഇതിലുള്ളത്. ഏതായാലും നമ്മളെ പുറത്തുനിന്നും കാര്യങ്ങൾ പാല് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇവിടെ ഞാൻ ഇസ്കി എടുത്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലേ നമ്മൾ പണ്ട് മുതലേ ഇങ്ങനെ ഒരു ഇസ്കി ആളാണ് എന്നുള്ളത്. എല്ലാത്തിനും ഞാൻ കുറച്ച് എപ്പോഴും ആണെങ്കിലും എടുത്ത് വെക്കൂട്ടോ. അതുകൊണ്ട് തന്നെ നെയ്യും അതേമാതിരി ഇതെന്നോ കാലത്ത് ഉണ്ടാക്കി വെച്ച സേമിയ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇത്തിരി അവിടെ എടുത്ത് വെച്ചേന്നു. അപ്പോൾ ഒന്ന് ഉപകാരപ്പെട്ടല്ലോ. അപ്പോൾ എല്ലാതും കൂടിയൊക്കെ പാടുണ്ട് ഉണ്ടാക്കാതെ ഇത്തിരി ഇങ്ങനെ സേവ് ചെയ്താണ്ട് ഉപയോഗിക്കാൻ പഠിക്കാം കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുന്ന നെയ്യ് ഇതിൽ നല്ല പോലെ നമ്മൾ സേമിയം വാട്ടിയെടുത്ത് പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതൊക്കെ ഏതോ കാലത്ത് വാങ്ങി വെച്ചത്. അപ്പോൾ അങ്ങനെ അതും കൂടി ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ തേങ്ങ ഉണ്ടല്ലോ, ഒരു തേങ്ങാമുറിയാണ് കേട്ടോ ഞാൻ ചിരകി എടുത്തുനിന്ന്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒരു ചുവപ്പ് ഗോൾഡൻ കളർ ആകണ വരെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തോളിട്ടോ. നല്ല ഉഷാറായിട്ട് എന്നാലും വറുത്തെടുത്തോളി. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ഞാൻ ആദ്യമായിട്ടേക്കാരം, ഇത്രയും നല്ല എക്സ്പെൻസീവിൽ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടേക്കാരം. അപ്പോൾ എൻ്റെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഈസി കോസി പരിപാടികളേക്കാരം, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒന്നില്ലെങ്കിലും ഞാൻ ഉണ്ടാക്കുന്നില്ല ഇതിലുള്ള ഞാൻ ഉണ്ടാക്കൽ. അപ്പോൾ അതാണ് മൂത്ത് വരുമ്പോൾ പിന്നെ നമ്മൾ ഓവൻ എടുത്താണ് അടുപ്പത്ത് വെക്കാൻ കേട്ടോ. ഓവൻ്റെ പരിപാടിയാണ് ഇതിലുള്ളത്. അപ്പോൾ ഓവൻ ഞാനെടുത്ത് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്, അതാണ് എൻ്റെ ഓവൻ കേട്ടോ. അപ്പോൾ ഒരു ഞാൻ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചെമ്പട്ടിയാണ് വെക്കൽ കേട്ടോ. അതിലാണ് ഞാൻ കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കൽ. അപ്പോൾ ഇനി നമുക്കൊരു പാലുണ്ടാക്കണം കേട്ടോ ഇതിക്ക്. അപ്പോൾ പാൽ എന്ന് പറയുകയാണെങ്കിൽ 2 മുട്ടയാണ് ഞാൻ അതിൽ ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു ഏലക്കായ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഏലക്കായും പഞ്ചസാര ഇതാ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇത്തിരി ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിൽ അധികം ഒരു ഇത്തിരി മധുരമൊക്കെ മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തോനെ പഞ്ചസാര ചേർക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് എത്ര വെച്ചാൽ അത്ര പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാക്കണ കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കുക. പാലിലാണ് നമ്മളിത് അടിച്ചെടുക്കണത്. അപ്പോൾ പാലും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തോളിട്ടോ. നമ്മളെ പഞ്ചസാരയൊക്കെ നല്ലപോലെ അലിയിച്ചിങ്ങോട്ട് എടുത്തോളിട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ പാലുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളെ ദോശയായി അയക്കില്ല, പാലും അയക്കണമല്ലോ അല്ലേ. ഇപ്പോൾ നന്നായിട്ട് ആ പഞ്ചസാര ഒന്ന് ഇളക്കിയെടുക്കോളം ഒന്ന് അലിയിച്ചെടുത്തോളി. എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ ഏലക്കായ ചേർത്ത് കൊടുക്കണം, അതൊരു നിർബന്ധമാണ് കേട്ടോ. അല്ലെങ്കിൽ മുട്ടൻ്റെ ചോയ അങ്ങനെ അപ്പോൾ വല്ലാതെ അങ്ങനെ മുന്നിട്ട് വന്നുകൊണ്ട് നിൽക്കും കേട്ടോ. അപ്പോൾ അരി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഏലക്കപ്പൊടിയൊക്കെ അങ്ങനെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതാക്കണേ നമ്മളെ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടിന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഏറ്റവും ചെറിയൊരു ടിന്ന് എടുത്ത് വെച്ചിട്ട് അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഇത്തിരി നെയ്യൊക്കെ തടവിയാടെ വെച്ചേക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇതാക്കണം മൂപ്പിച്ചെടുത്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അണ്ടിപ്പരിപ്പുണ്ട്, സേമിയം വറുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്, ഒക്കെ പാടെ വറുത്ത് വെച്ച സാധനങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അതും അതിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് പിന്നെ പകുതി ഞാനവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ കൂടെ വിതറാൻ വേണ്ടിയിട്ട് ഒന്ന് എടുത്ത് വെച്ചിക്കണ്. അപ്പോൾ 4 ചായയൊക്കെ കൂട്ടാനായിട്ടൊന്ന് നല്ല ബെസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതാക്കണം ആ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ആ ഒരു ടിന്നിക്ക് ഞാൻ ആദ്യം ഒരു ദോശ വെച്ച് കൊടുത്ത് പിന്നെ നമ്മൾ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ആ പാല് പോലത്തെ ആ മിക്സില്ലേ അതും അങ്ങനെ ചേർത്ത് കൊടുക്കുക. അണ്ടിപ്പരിപ്പും തേങ്ങയും സേമിയൊക്കെ എല്ലാം ആ ഒരു മിക്സിയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ലെയറാണ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ പാൽപ്പത്തിരി ഉണ്ടാക്കൽ കേട്ടോ. അപ്പം എൻ്റെ വിചാരം നല്ല മുട്ടച്ചോയായി, കാരണം തിന്നാൻ തന്നെ പറ്റൂലെന്ന്. അപ്പോൾ ചിലവർക്കും അങ്ങനെയാണല്ലോ, മുട്ട ചോയ്ക്കണം വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ. എനിക്കൊന്നും വലിയ താല്പര്യമില്ല. ഈ കേക്കിൽ തന്നെ മുട്ട ചോദിച്ചാൽ തിന്നാൽ പോകില്ലല്ലോ.
മുട്ട അങ്ങനെ പൊരിച്ച് തിന്നുക എന്നല്ലാതെ ഇജാതി സാധനത്തിനൊക്കെ മുട്ട ചോദിക്കുകയാണെങ്കിൽ തിന്നാനൊരു ഇതുണ്ടാവില്ല അല്ലേ, ഒരു പൗസ് ഉണ്ടാവില്ല അല്ലേ തിന്നാനായിട്ട്. അപ്പോൾ ഏതായാലും ഇന്നത്തെ പരിപാടി ഇങ്ങനെയാണ്. മുട്ടച്ചോയ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ മുട്ടൻ്റെ റെസിപ്പിയാണല്ലോ, അപ്പോൾ മുട്ടച്ചോയ ഇല്ലാതെക്കൂല. എന്നാലും ആ ഒരു ചൂടോട് കൂടെ തിന്നുമ്പോൾ മുട്ടൻ്റെ ചോയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, നല്ല അടിപൊളിയാണ്. അപ്പോൾ അതാകണം 2 ദോശ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അതിലിപ്പോൾ പാരാൻ പാലില്ല, അതുകൊണ്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, മക്കൾ ആരെങ്കിലും തിന്നോളും. പിന്നെ ഇതാകണം ബാക്കി വന്ന നമ്മളെ അണ്ടിപ്പരിപ്പും അതേമാതിരി സേമിയും തേങ്ങയും ഒക്കെ പാടെ ഇതിൻ്റെ മേലിട്ട് കൊടുത്ത് ഇനിയിപ്പോൾ ഏതായാലും ഒരു 10-45 മിനിറ്റ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളെ ഓവൻ ഇതാ നല്ല ചൂടായി, അതിൻ്റെ തട്ടിൽ ഒരു തട്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെയാണ് ഞാൻ ഈ ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മളെങ്ങനെ കേക്കൊക്കെ വേവിക്കുക അങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ. ഒരു 10-45 മിനിറ്റ് ഇതാകണം ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ മൂപ്പര പണി ഇതാ തീർന്നിട്ടില്ല കേട്ടോ, അതിങ്ങനെ കൊത്തലും ഇതാക്കലുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ ആശാരി പണി കയറാനായിട്ടില്ല. അപ്പോൾ അത് ഈ അടുത്ത കാലത്തൊന്നും നേരാകൂലെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാരണം എന്താ ചോദിച്ചാൽ ഇതാകണം മൂപ്പേർക്ക് എങ്ങനെയായാലും അതിൻ്റെ കണക്കും കാര്യങ്ങളാണ് കൃത്യമാകണില്ല. അപ്പോൾ കുറേ നേരമായി അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണത്. അപ്പോൾ ഇതാക്കണം ഞാനൊന്ന് പറഞ്ഞു കൊടുത്താണ് കേട്ടോ. അപ്പോൾ മൂപ്പർക്ക് ഒരു വിചാരമുണ്ട്, മൂപ്പര് ശരിയാക്കിയാലാ ശരിയാകുള്ളൂ എന്നുള്ളൊരു വിചാരം മൂപ്പർക്ക് വല്ലാതെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറയുന്നതൊന്നും വലിയ പുല്ലുവിലയായിട്ട് അങ്ങനെ ഉണ്ട് ആക്കലാണ്, എന്നാലും ഞാൻ പറഞ്ഞു കൊടുക്കും കേട്ടോ അത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. അപ്പോൾ മൂപ്പര് ആ ഒരു സ്പോട്ടിലൊന്നും അത് എടുക്കൂല കേട്ടോ. പക്ഷേ മൂപ്പര് ചെയ്ത് ശരിയല്ല അല്ലെങ്കിൽ ഞാൻ ആ ഒരു പറഞ്ഞ ആ ഇതൊക്കെയാണ് വരലാണ് കേട്ടോ. പൊതുവേ അങ്ങനെയാണ്. എൻ്റെ വാക്ക് ഇതാ 2ാമതാണ് മൂപ്പര് സ്വീകരിക്കുള്ളൂ, 1ാമത്തെ വാക്ക് മൂപ്പര് തന്നെയാണ്. അപ്പോൾ പൊതുവേ അങ്ങനെയാണല്ലോ. പുതിയാപ്പിളാർ എന്ന് പറഞ്ഞാൽ മറ്റു സിനിമയിൽ പറഞ്ഞവർക്ക് പടനായകന്മാരന്മാർക്ക് മുന്നിലിട്ട് നിൽക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ നമ്മളെപ്പോഴും സേനാപതി പോലെ ബാക്കിൽ ഇങ്ങനെ അയ്യോ അമ്മ പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതവിടെ കട്ടെ എന്താക്കണം ആ ഒരു കോഴിക്കോടിൻ്റെ വാതിലാണ് ഇതുവരെ നന്നാക്കി ശരിയാക്കിയിട്ടില്ല. എപ്പോൾ തുടങ്ങിയിരിക്കണമെന്നറിയോ. അപ്പോൾ നമ്മൾ ആ ഒരു കടി ഇതാക്കണേ നമ്മളെ ബേക്ക് ചെയ്യാൻ വെച്ചു, കറണ്ട് വന്ന് ബേക്ക് ചെയ്യാൻ വെച്ചു. എന്നിട്ടും ഈ ഒരു വാതിൽ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ കോഴിക്കോട് ഇതാക്കണം അടക്കാൻ നേരത്തെങ്കിലും ഇത് നേരായി കിട്ടുമോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഇരുത്തൽ കേട്ടോ. കൂടുതൽ അങ്ങോട്ട് കളിയാക്കാനും പറ്റൂല, മൂപ്പരും ഇങ്ങോട്ട് ചീത്തയും പറയും, എന്തിനാ വെറുതെ ഇതാക്കണ് വടി കൊടുത്തിട്ട് അടി വാങ്ങണേന്നൊക്കെ പറഞ്ഞിട്ടാണ് കുത്തിരിക്കണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാക്കണ് ആണി അടിച്ചതാട്ടോ, അതിൻ്റെ അടിയിലൊരു പലക വെച്ചിട്ടാണ് ആണി അടിച്ചത്. അപ്പോൾ അതിന് ഒട്ടൊന്നും മൂപ്പർക്ക് അറിയില്ലെന്നും തോന്നുന്നു. അപ്പോൾ അതിനാണ് ഇപ്പോൾ ആ ഒരു ചെറിയ വന്നത് കേട്ടോ. അപ്പോൾ ഇടക്കും തലക്കാണ് ഇങ്ങനെ ചെറിയും വർത്താനൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ ഞങ്ങൾ ഭയങ്കര ഗൗരവക്കാരുണ്ട്. അപ്പം പിന്നൊരു കാര്യമുണ്ട്, മൂപ്പരെ മുന്നിലിട്ട് ചിരിക്കാനും പറ്റൂല, മൂപ്പരെ കളിയാക്കണമെന്നും പറഞ്ഞിട്ട് ചിലപ്പോൾ ഇത് ഇട്ടെറിഞ്ഞ് പോകലേ കാരണം. അപ്പോൾ കൂടുതൽ അങ്ങനെ ചിരിക്കാനും പറ്റൂല കേട്ടോ, അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. മൊത്തത്തിൽ നോക്കിയാൽ ഭയങ്കര ഒരു കുയിന്തനാണേനും എന്നാൽ വലിയ സ്നേഹമാണേനും കേട്ടോ. അപ്പോൾ അതാക്കണം ഏതായാലും ഇങ്ങനെയൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ സജഷൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ചിലപ്പോൾ അത് സ്വീകരിക്കുകയും ചിലപ്പോൾ തട്ടിക്കളയുകയും കേട്ടോ, അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, നെജ്ജാണ്ട് വെച്ച് പറഞ്ഞിട്ടാണ് ആ ഇരുത്തായിരിക്കണം കേട്ടോ. അതിൽ പിന്നെ മൂപ്പരിതാക്കണം ആയുധം വെച്ച് കീഴടങ്ങി അറിഞ്ഞില്ല, ലാസ്റ്റ് ഇതാക്കണം എൻ്റെ കയ്യിലാണ് തന്നുകൾ. അപ്പം ഞാൻ പറഞ്ഞതാക്കണം മനസ്സിലാക്കി കൊടുത്തുകണ്. അപ്പം അങ്ങനെ വെക്കണം ഇങ്ങനെ വെക്കണം എന്നൊക്കെ കുത്തിയിറക്കി വെക്കണം എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം എങ്ങനെയാണ് എടുക്കുമോ അറിയില്ല, ഏതായാലും മൂപ്പരാണ്ട് എടുത്തോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഇനി കൂടുതൽ അവിടെ നിൽക്കുന്നത് നമ്മളെ തടിക്ക് നല്ലതല്ല കേട്ടോ. അങ്ങനെ ഇതാക്കണം പിന്നെ പോന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഇത് അനിയത്തി വിളിച്ചു കേട്ടോ. അനിയത്തി വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം വർത്താനം പറഞ്ഞു. പിന്നെ അപ്പോൾ ഇതിന് നമ്മളിതാക്കണം ഈ ഒരു പാൽപ്പത്തിരിയൊക്കെ വെന്തു ഞാനിതാക്കണം പാത്രത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അടിയൊന്നും കരിഞ്ഞതൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ആക്കി വെച്ച് പിന്നെ അമ്മയും അനിയത്തിയൊക്കെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവില്ല, അപ്പോൾ ഒരുപാട് നേരം എന്തെങ്കിലും ആയിട്ട് വർത്താനം പറയാനുണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഓള് വർത്താനം പറയുന്ന ഇടയിൽ ഇതാക്കണ് ഞാനതൊക്കെ ചട്ടിയൊക്കെ ഓഫാക്കി വെച്ചിട്ട് പിന്നെ ഇതൊക്കെ കത്തിയൊക്കെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ പാൽപ്പത്തിരി റെഡി ആയിക്കണ്, സൂപ്പർ ആയിക്കണ്. അപ്പോൾ നല്ല ചൂടുണ്ട്, നല്ല ഉസാറൻ ചൂടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലത്തില്ലേ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതങ്ങനെ കൈയിട്ട് വാരി തിന്നേന്നു, അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ തിന്നാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് ഉണ്ടാക്കി നോക്കണത്, നോക്കണതൊക്കെ ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റും കാര്യങ്ങളും. മുട്ടച്ചോയൊന്നും വല്ലാതല്ലേന്നും ചൂടോടുക്ക് തിന്നുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ മുട്ടച്ചോയൊന്നും വല്ലാതെ വരുന്നില്ല കേട്ടോ. പക്ഷെ തണുത്താറി തിന്നാൽ നല്ല മുട്ടച്ചോയ ചോയ്ക്കുന്നു, നല്ല ഉറപ്പല്ല കാര്യമാണ്. അങ്ങനെ ഇതാക്കണ് നമ്മളെ പാൽപ്പത്തിരി റെഡി ആയിക്കണം കേട്ടോ. അപ്പം ഇത് നമ്മളെ അടുപ്പിൽ വെച്ചപ്പോൾ നല്ല സ്പോഞ്ചായിട്ട് നല്ല ഏതൊരു 1 kg കേക്കിൻ്റെ അത്രയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 1 kg 1.5 kg ഒക്കെ കേക്കിൻ്റെ അത്ര വലിപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും ചൂടാറി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എന്താ പറയുക ബലൂണിൽ നിന്ന് കാറ്റ് ഒഴിഞ്ഞ പോലെ അങ്ങനെ ആയിക്കണം കേട്ടോ. ഏതായാലും തിരക്കടിയില്ല, നമ്മളൊന്ന് എക്സ്പെൻസീവായിട്ട് ഉണ്ടാക്കിയതല്ലേ, നല്ല സ്വാദിഷ്ടമായ പാൽപ്പത്തിരി റെഡി ആയിക്കണ്. അപ്പം ഇന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നോൽമ്പ് കഴിഞ്ഞാലും മക്കൾക്ക് സ്കൂളില്ലാത്തൊക്കെ കുത്തിരിക്കല്ലേ, ഓൾക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ അല്ലേ. അങ്ങനെ എന്താക്കണം സംഭവം റെഡി ആയിക്കണം. മക്കളൊക്കെ ഇതാക്കണം അതൊക്കെ കാത്തിങ്ങനെ കുത്തിരിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് മുറിച്ച് കൊടുക്കട്ടെ എന്ന് വിചാരിച്ച്
പിന്നെ എന്താ ചായയും കാര്യങ്ങളും വൈകുന്നേരം ഉണ്ടാക്കിയിട്ടില്ലല്ലേ, ഇതന്നെ ഉണ്ടാവും എമ്പാടും മധുരം. അപ്പോൾ ഞാൻ വിചാരിച്ചു ചായ ഒന്നും ഉണ്ടാക്കണ്ട, വല്ല ചൂടുവെള്ളം എടുത്ത് കുടിച്ചോളൂ എന്നുള്ളത്. അപ്പോൾ ചായ കുടിക്കാൻ പറ്റിയ നല്ലതല്ലല്ലോ, അങ്ങനെ വിചാരിച്ച് ചായ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇതാക്കണം ചൂടോടുക്ക് തന്നെ ഇതാക്കണം മുറിച്ചിട്ട് തിന്നാന്നില്ല പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ഫസ്റ്റ് തിന്നട്ടെ എന്ന് വിചാരിച്ചപ്പോഴാണ് കുഞ്ഞാറ്റ വന്നത്. അപ്പോൾ ഏതായാലും ഓക്കൊരു മുറിയൊക്കെ എടുത്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ പാൽപ്പത്തിരി ഇതാക്കണ റെഡി ആയിട്ട് ഞാൻ മുറിച്ച് ഇതാക്കണ എടുത്തൊരു പീസ് എടുത്തേക്കണിട്ട് ഇനിയിപ്പോൾ ഒന്ന് തിന്നു നോക്കണം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ആയതുകൊണ്ട് ഒരു ബേജാറുണ്ട്, ഒരു പേടിയുണ്ട്, ഇത്രയും സാധനങ്ങൾ ഞാൻ കൊണ്ട് നശിപ്പിക്കുമോ എന്നുള്ളൊരു പേടി വല്ലാതെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാനൊന്ന് തിന്നു നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ സംഭവം ഇതാക്കണം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്, നല്ല മധുരമുണ്ട്. ആ കടിക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു സേമിയത്തിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ക്രഞ്ചൊക്കെ ഉണ്ട്. അവ നല്ലൊരു കടിക്കുമ്പോൾ ആ ഒരു കടിക്കാൻ കിട്ടുന്നുണ്ട് നമ്മളെ തേങ്ങയും കാര്യങ്ങളും അണ്ടിപ്പരിപ്പും മുന്തിരിയും തോനല്ലെങ്കിലും നമ്മളെ സേമിയം തോനുണ്ടല്ലോ, അപ്പോൾ അതന്നെ കടിക്കാനൊക്കെ നല്ല ഉഷാറായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഞ്ഞാറ്റക്കും പറ്റി ഓൾ ഇതാക്കണം എടുത്ത് തിന്നിട്ട് നല്ല ചൂടായതുകൊണ്ട് തൊള്ളയും പൊള്ളിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഏതായാലും നിങ്ങൾ ഇത് സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നത് അടിപൊളിയാണ്, ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം എനിക്ക് ഏറ്റവും ചായക്കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ, വലിയൊരു ഗതികേടാണ് ഈ എണ്ണക്കടി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതിൽ വലിയ എണ്ണയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നമ്മൾ ആ ഒരു സേമിയയും കാര്യങ്ങളൊക്കെ ഒന്ന് പൊരിക്കാൻ മാത്രമേ എണ്ണ എടുത്തിട്ടുള്ളൂ, അതും നെയ്യാണ് എടുത്തത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എണ്ണയിൽ പൊരിച്ച് വെച്ചൊന്നും അല്ലല്ലോ, അത്ര നല്ലതും അല്ല. ഈ ഒരു നോൽമ്പങ്കാലം പറയുമ്പോൾ എണ്ണയിൽ പൊരിച്ച സാധനങ്ങളാണ് കൂടുതൽ ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ അവിടെ അതൊക്കെ മൂപ്പരെ ആ ഒരു കോഴിക്കോടിൻ്റെ വാതിലൊക്കെ റെഡിയാക്കി കഴിഞ്ഞേരം മൂപ്പർക്കും കൊടുത്തിട്ടോ ഞാൻ. അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് മൂപ്പര് അത് ഫുള്ളായിട്ട് തിന്നിട്ടോ. പൊതുവേ അങ്ങനെ മൂപ്പര് അങ്ങനെ എണ്ണയിൽ ഇതാക്കി തന്നു, അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നത് വല്ലാതെ അങ്ങോട്ട് തിന്നൂല കേട്ടോ. ഇറച്ചി മീനാണെങ്കിൽ പിന്നെ ഇപ്പോൾ മൂക്ക് മുട്ട പള്ള മുട്ടയൊക്കെ തിന്നും. അപ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊന്നും അങ്ങനെ മൂപ്പർക്ക് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് അത് തിന്നില്ല. ഏതായാലും ആ കൊടുത്ത പീസ് മൂപ്പര് തിന്ന് നോക്കിയിരിക്കണ്. അതിൽ പിന്നെ എല്ലാവർക്കും ഞാൻ ഓരോരോ മുറിയൊക്കെ എടുത്ത് കൊടുത്ത് പിന്നെ ഞാനിതാക്കുന്ന രണ്ടാമത്തെ മുറിയും കൊണ്ട് ഇതായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതാക്കുന്ന ചോറും കാര്യങ്ങളൊന്നും വെക്കണം. അപ്പോൾ ഉച്ചക്കത്തെ ചോറ് തന്നെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഉച്ചക്കൊന്നും ആരും അങ്ങനെ ചോറ് തിന്നില്ല, തിന്നാനായിട്ട് 2 പൊടി തിന്നുള്ളൂ കേട്ടോ. അപ്പോൾ തീരെ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ചോറിന് വയ്ക്കുകയായി. കാരണം അപ്പോൾ ഇതാക്കണത് ഞാൻ കുറച്ച് ചോറ് വെച്ചിട്ടുള്ളതെന്നും അതന്നെ അവിടെ ബാക്കിയാണ്. അപ്പോൾ ഈ ചൂടും കാര്യം ഒക്കെ പാടായിട്ട് കാരണം തിന്നാനും വേണ്ടല്ലോ, വെള്ളം കുടിച്ച് അങ്ങനെ പോകുക എന്നല്ലാതെ തിന്നാനും വേണ്ടല്ലോ ചോറും കാര്യങ്ങളൊന്നും. അതുപോലെ മക്കളൊന്നും തിന്നണില്ല കേട്ടോ, മൂപ്പർക്ക് കൊണ്ടു കൊടുക്കണം കുറച്ച് മതി എന്ന് പറഞ്ഞ്. പിന്നെ എൻ്റെ തീറ്റയല്ല, ഞാൻ തിന്നെങ്കിൽ തിന്നില്ലെങ്കിൽ തിന്നൂല, അങ്ങനെയൊക്കെ തന്നെയാണ്. തിന്നുമ്പോൾ നല്ല ഉസാറായിട്ട് തിന്നു കേട്ടോ, അടിപൊളിയായിട്ട് തിന്നും. മുട്ടയെ ഞാൻ പറയണായിരിക്കും എൻ്റെ മുട്ട തിന്നും, തിന്നിട്ടില്ലെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ പോയോണ്ടേക്കാരം. അങ്ങനെ ഇതാക്കണ നമ്മളെ ഒരു പാൽപ്പത്തിരി ഇതാക്കണം ലാസ്റ്റ് പീസും കൂടി ഞാൻ എടുത്ത് തിന്നട്ടെ. അപ്പോൾ കണ്ണനൊക്കെ ഇതാക്കണ ആ ഒരു പാൽപ്പത്തിരിയൊക്കെ തിന്നിട്ട് കുഴങ്ങി കിടക്കുക കേട്ടോ, ഓൻ PUBG കളിച്ച് കിടക്കുകയാണ്. വെടിയും പുകയും വൈകുന്നേരം ആയാൽ പിന്നെ ഞങ്ങളെ പെരനുള്ളിൽ കൂടെ ആകപ്പാടെ വെടി പുകയൊക്കെ അടിയടാ കുത്തടാ കീറടാന്നും പറഞ്ഞിട്ടാണ്. ഇപ്പോൾ PUBGയിൽ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ഒരുപാട് ആൾക്കാരും കാണാം, ഞാൻ അവർക്ക് എത്തിപ്പാളി നോക്കിയില്ലൊന്നുമില്ല. പക്ഷെ എൻ്റെ ഒച്ചയും വിളിയും കേട്ടാണ്ടല്ലോ എന്തോ ഇവിടെ ഒരു കച്ചറ നടക്കാണെന്ന് തോന്നും കേട്ടോ. ആ റൂമിൽ നിന്നൊക്കെ എന്തൊക്കെയോ ഒരു കച്ചറ ഉണ്ടാക്കണമൊക്കെ മാർക്കാ തോന്നിക്കി. അപ്പോൾ പണ്ടത്തെ മാർക്ക് മേലാണെങ്കില്ല കളിയും കാര്യങ്ങളൊന്നും മക്കൾക്കില്ലല്ലോ. അപ്പോൾ ഇത്ര തന്നെയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ബൈ ബൈ.